പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. കർത്താവിൽ വാത്സല്യമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ ഉത്ഥാന പെരുന്നാൾ ക്രൈസ്തവ ലോകം മുഴുവനോടും ചേർന്ന് നാം ആഘോഷിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 50 ദിവസത്തെ നോമ്പും ഉപവാസവും ആത്മഹവനവും തപസ്സും പൂർത്തിയാക്കി കർത്താവിൻ്റെ ഉപവാസത്തോട് ചേർന്ന് അതിൽ പങ്കാളികളായി അവൻ്റെ കഷ്ടാനുഭവങ്ങളിലും മരണത്തിലും പങ്കുകൊണ്ട് അവൻ്റെ പുനരുത്ഥാന പെരുന്നാൾ പങ്കാളിത്ത മനോഭാവത്തോട് ആഘോഷിക്കുന്ന സമയമാണിപ്പോൾ. ക്രിസ്തോസ് അനസ്തീസ്, അലീത്തോസ് അനസ്തീസ്, മഷീഹോ കോം, ഷാരീറോ കോം. യേശു ക്രിസ്തു ഉയർത്തു, അവൻ സത്യമായും ഉയർത്തു എന്നിങ്ങനെ വിവിധ ഭാഷകളിൽ വിവിധ രീതികളിൽ ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തെ പ്രഘോഷിക്കുന്ന സമയമാണിപ്പോൾ. സഭാമക്കളെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ ഉത്ഥാന പെരുന്നാളിനെ പെരുന്നാളുകളുടെ പെരുന്നാളെന്നും പെരുന്നാളുകളുടെ ആദ്യജാതനെന്നും വിളിക്കണം. കാരണം പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യരോട് പറയുന്നത് പോലെ, ക്രിസ്തു ഉയർത്തില്ല എങ്കിൽ വിശ്വാസം വ്യർത്ഥം, പ്രസംഗവും വ്യർത്ഥം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളും ചെന്ന് നിൽക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ ഉത്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും അതിൽ അടിസ്ഥാനപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരു ക്രമമാണ് നമുക്ക് ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ക്രിസ്തുവിൻ്റെ ഉത്ഥാനം നൽകുന്നത് സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശമാണ്. നാം ഇന്ന് ജീവിക്കുന്ന ലോകം അസമാധാനത്തിൻ്റെയും അഴിമതിയുടെയും വെറിക്കൂത്തിൻ്റെയും ജഡത്തിൻ്റെ പ്രവൃത്തികളുടെ കൂത്തരങ്ങിൻ്റെയും ഒരു കാലഘട്ടത്തിലാകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവ ലോകം പല ദേശങ്ങളിലും, മധ്യപൂർവ്വ ദേശങ്ങളിൽ പ്രത്യേകിച്ചും, ഈവൻ ഇന്ത്യയിൽ പോലും പലപ്പോഴും കഷ്ടതകളും പ്രയാസങ്ങളും നേരിട്ട് അസമാധാനത്തിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. സിറിയയിൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നു. ഈജിപ്തിൽ ധാരാളമായ വിശ്വാസികൾ യേശു ക്രിസ്തുവിനെ ഏറ്റുപറയുന്നു എന്നതുകൊണ്ട് മാത്രം കൊല്ലപ്പെടുന്നു. പാകിസ്ഥാനിൽ കുഞ്ഞുങ്ങൾ പെഷവാർ ആക്രമണത്തിൽ യേശു ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞതുകൊണ്ട് വധിക്കപ്പെടുന്നു. ഇപ്പോൾ യമനിൽ ഇസ്ലാം മതത്തിൽപ്പെട്ട 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ളതായ വടംവലിയിൽ ധാരാളം ആളുകൾ, പ്രത്യേകിച്ച് അവിടെയുള്ള ക്രിസ്ത്യാനികളൊക്കെ പീഡ അനുഭവിക്കുന്നു. ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും നമുക്ക് അസമാധാനത്തിൻ്റെ നിഴലുകൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഭാരതത്തെ സംബന്ധിച്ചും ഇപ്പോൾ ഭാരതത്തിൻ്റെ പലയിടങ്ങളിലായി ക്രിസ്ത്യാനികൾ പ്രത്യക്ഷമായും പരോക്ഷമായും പീഡ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. പരിശുദ്ധ സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ, പീഡയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനെ ജീവനോടെ ഘോഷിക്കുന്ന ഒരു സഭയുടെ ചരിത്രമാണ് നമുക്കുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ക്രിസ്തുവിൻ്റെ ഉത്ഥാനം നൽകുന്ന സമാധാനവും ശത്രുവിനെ സ്നേഹിക്കുക എന്ന ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുമാകുന്നു എന്ന യാഥാർത്ഥ്യത്തെ നാം ഉൾക്കൊള്ളണം. ആ കാരണത്താലാണ് പീഡകൾ വരുമ്പോഴും അസമാധാനം നിറയുമ്പോഴും അഴിമതിയും വെറുക്കൂത്തും നമ്മുടെ സമൂഹത്തിൽ നടമാടുമ്പോഴും ക്രിസ്തു പഠിപ്പിച്ച സ്നേഹത്തോട് സർവരെയും വീക്ഷിക്കുവാനും അതനുസരിച്ച് ജീവിതത്തോട് പ്രതികരിക്കുവാനും ശാശ്വത സമാധാനത്തിൽ കഴിയണമെന്ന് പ്രത്യേകമായി നമ്മെ ഓർപ്പിക്കുവാനും ഒക്കെ സഭ മുതിരുന്നത്. ക്രിസ്തുവിൻ്റെ ഉത്ഥാനം നൽകുന്ന ആത്യന്തികമായ സന്ദേശം സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആകുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിനെന്ന് ഉത്ഥാനം ചെയ്ത യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തതായ പ്രധാനപ്പെട്ട സന്ദേശം, അതിന് ഇന്നും ജീവനുണ്ട്. ആ സന്ദേശം ജീവനോടെ നിന്ന് സർവ്വലോകത്തിനും ശാശ്വതമായ സമാധാനവും അതുവഴി ദിവ്യസ്നേഹവും പ്രദാനം ചെയ്യുന്നു എന്ന് നാം മനസ്സിലാക്കുക.
ബലഹീനനായ ഞാൻ എന്നെ കേൾക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും നമ്മുടെ കർത്താവായ യേശു തമ്പുരാന്റെ ഉത്ഥാനം നൽകുന്ന ദിവ്യമായ സ്നേഹവും സമാധാനവും ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.